ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ അമ്മയുടെ കല്യാണം ഇന്ന് കഴിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ഞാനൊരു വീഡിയോ അർഷൻ്റെ അടുത്ത് വീഡിയോ കല്യാണത്തിനെ പറ്റിയൊറ്റ വീഡിയോയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പോണ വീഡിയോയും ഇന്നലത്തെ ഒന്നും വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അത്രയും സപ്പോർട്ട് കിട്ടി. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാരേജിൻ്റെ വീഡിയോ ഇടുക ചേച്ചി, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുവരെ ഞങ്ങൾക്ക് വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അർഷൻ്റെ അടുത്ത് വീഡിയോ ഒന്നും വേണ്ട, ഒന്നും എടുക്കണ്ട, ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, ഇങ്ങനെ കല്യാണം കഴിഞ്ഞു എല്ലാവരെയും നമുക്കങ്ങനെ എന്തായാലും നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ഇത് എല്ലാവരുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റ് മാത്രം ഇട്ടാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും അതെ പോസ്റ്റ് മാത്രം ഇടാമെന്നൊക്കെ വിചാരിച്ചു. എന്നാലും ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കണ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ടുള്ള ഇതൊന്നും എടുത്തില്ല, കുറച്ച് ഷോർട്സ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ റീലിട്ടപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടും അതെ, കമൻറ്റ് ചെയ്തിട്ടും അതെ, കുറേ സപ്പോർട്ട് കിട്ടി. അത് ഞാൻ വിചാരിച്ചു എന്നാൽ ജസ്റ്റ് നമ്മുടെ ഒരു ഇതൊന്ന് പറയണം എനിക്ക് തോന്നി. അതുകൊണ്ട് സപ്പോർട്ട് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് മീൻസ് അങ്ങനെയല്ല, ഓരോ ക്യാരക്ടറാണല്ലോ. പിന്നെ കുറേ ഫേക്ക് അക്കൗണ്ടാണ് ജസ്റ്റ് എന്തിനൊക്കെ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും വായടുപ്പിക്കാനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ എങ്കിലും എന്താ പറയുക, ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിതിൽ താല്പര്യമില്ല എന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു. അതായത് എനിക്കും ആയിരിക്കും ഇതിൽ താല്പര്യമില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് അത് ക്ലിയർ ചെയ്തില്ലാന്ന് വെച്ചിട്ടാണ്. ഇപ്പം മാരേജ് ഇന്നേനും ഗുരുവായൂരുന്നേനും നമ്മൾ ഇന്നലെ ഇവിടെ നിന്ന് എല്ലാവരും കൂടി പോയി അവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് മാരേജ് രാവിലെ 7 സംതിങ് ആ റേഞ്ച് ടൈമിലേനു. അങ്ങനെ കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് ചെറുതായി ഭക്ഷണം കഴിച്ച് നേരെ ഞങ്ങളിങ്ങോട്ടും പോകുന്നു, അവരങ്ങോട്ടും പോയി. സംഭവം സിമ്പിളായിട്ടൊരു കല്യാണം. അതിൽ കുറേ ആൾക്കാർ എന്താ പറയുക, ഞാനിപ്പോൾ ഒന്നാമത് യൂട്യൂബിൽ ഞങ്ങളോട് വീഡിയോ ഇടണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് കമൻറ്റ് ഇടുമ്പോൾ എന്താ പറയുക, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ എന്നാലും ഉണ്ടല്ലോ നമുക്ക് മനസ്സുകൊണ്ട് നമ്മൾ കുറേ എന്താ പറയുക, നല്ലതുണ്ടോ ചീത്തയൊക്കെ ഉണ്ടോ ഒക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇങ്ങനത്തെ പറയാൻ കേൾക്കുമല്ലോ ഒന്നാമത് നമ്മൾ മെൻ്റലി ഭയങ്കര ഷോക്ക് അടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ മാരേജ് തന്നെ കൺവേർട്ട് ചെയ്തിട്ട് ഇന്നേനു കല്യാണം 4 ദിവസം മുന്നേ കുറേ എന്താ പറയുക എങ്ങനെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ കുറേ ഇത്. അപ്പം ആ ഒരു ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ. കാരണം നാളെ വെറുതെ അറിയാത്ത ആൾക്കാർ, അതായത് നമ്മളോട് അത്രയും വൈരാഗ്യമുള്ള പോലെയുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുമ്പോൾ അത് കണ്ടിട്ടും കേട്ടിട്ടും വിശ്വസിക്കാൻ അത് നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ് ഇപ്പം എല്ലാം ഹാപ്പി ആയിട്ട് തന്നെ പോയി. ഇപ്പം എനിക്കും ആയിരിക്കും ഇതിൽ സമ്മതം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതമാണ്. കാരണം അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ ഞാനാണെങ്കിലും ആര്യാണെങ്കിലും ഒന്നും അതിന് ഓപ്പോസിറ്റ് അല്ല. ഇനി അത് ആലോചിച്ചിട്ട് ആരും ടെൻഷൻ പോലെ കമൻറ്റോ കാര്യങ്ങളോ ഇടണ്ട. ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ജീവിക്കണം. അപ്പം എനിക്കാണെങ്കിലും ആയിരിക്കാണെങ്കിൽ ജീവിക്കണം. അതേപോലെ തന്നെ അമ്മയ്ക്കാണെങ്കിൽ നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത് ഞങ്ങളെ ഹാപ്പിയാണ്. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടേക്കാണ് കല്യാണം കഴിച്ചുകൊണ്ടുപോയിരിക്കുന്നത്. കല്യാണം കഴിച്ചുകൊണ്ടുപോയത് ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 300 സംതിങ് കിലോമീറ്റർ ഉണ്ട്. പത്തനംതിട്ടയാണ്. അപ്പം കുറച്ചൊക്കെ ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഇനി പൊതുവേ ഞാനതിന് ഏറ്റവും ഡിസ്റ്റൻസ്, അതായത് ശരിക്കും അമ്മേൻ്റെ വീട് വയനാട്, അച്ഛൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇതേപോലെ തന്നെ എൻ്റെ വീട് കോഴിക്കോടും ആര്യൻ്റെ വീട് തൃശ്ശൂരും. അപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് 100 അങ്ങനത്തെ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിപ്പം നല്ലൊരു ഡിസ്റ്റൻസ് ആണ്. അപ്പം എപ്പോഴും പോയി വരല് നടക്കുമെന്ന് അറിയില്ല. പക്ഷെ അവിടെ ഹാപ്പി ആയിട്ട് നിന്നാൽ മതി, അത്രേ നമുക്കുള്ളൂ. പിന്നെ ഹെൽത്ത് ഭയങ്കര ഒരു കഫക്കെട്ടോ എന്തൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ ഇടങ്ങേറായിന്. എന്നോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് സപ്പോർട്ടിങ്, അതായത് ഒരു 90% പോസിറ്റീവായിട്ടാണ് നമ്മളെ കൂടെ ഒരുപാട് ആൾക്കാരില്ല. 10% നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് എത്തിക്കുന്ന ആൾക്കാരെ ഫുള്ള് ഫേക്ക് അക്കൗണ്ട് കുറേ കണ്ടിട്ടുള്ളത്. അതിൽ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരുടെ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് കമൻറ്റ് ഇടാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പം ഞാനാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാളെയും വെറുപ്പിക്കാനോ അതേപോലെ തന്നെ ഒരാളെയും ജീവിതം ഇല്ലാണ്ടാക്കുന്ന രീതിക്ക് ഒന്നും ചെയ്യാനോ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ആ ഒരു മെന്റാലിറ്റിയിൽ എല്ലായിടത്തും അങ്ങോട്ട് നിൽക്കല്ലോ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര ശോകം. കാരണം നിങ്ങൾ ഈ നെഗറ്റീവ് കമന്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാരല്ലേ, ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഒരാളില്ലാണ്ടാക്കിയിട്ട് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല.
പിന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരു കാര്യം പറയണ്ടേ, എനിക്ക് ഈ നെഗറ്റീവ് കമന്റ് ഞാൻ കണ്ടതിൽ വെച്ചിട്ടുണ്ടല്ലോ, നമ്മളെ പേഴ്സണലി നമ്മുടെ വീടും നമ്മുടെ അമ്പലവും നമ്മുടെ ചുറ്റുപാടും അറിയണോരെ നമ്മളതിനെ പേഴ്സണലി അത് ഫേക്ക് അക്കൗണ്ട് ആണ് അങ്ങനത്തെ കമന്റ് കാണുമ്പോഴാണ് നമുക്ക് അത്രയും വിഷമാവുന്നത് കേട്ടോ. കാരണം അച്ഛൻ്റെ കാര്യം പറഞ്ഞിട്ടും അമ്മയുടെയും എന്നെയും ആദർശേനെ ഒക്കെ പറ്റിയിട്ടുണ്ടല്ലോ ഭയങ്കര ബാഡായിട്ട്. ഇതിപ്പോൾ എൻ്റെ അബോഷൻ്റെ കാര്യങ്ങൾ ഒരു അത്രയും നമുക്ക് അബോഷൻ്റെ കാര്യം ഞാൻ എന്താ പറയുക, എനിക്ക് അതൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. കാരണം അത് ഞാൻ ചെയ്യും. ഇപ്പോൾ കുറെ നെഗറ്റീവ് പറയുന്നതില്ലേ സംഭവം എന്താ വെച്ചാൽ, ഇപ്പം നമുക്കിപ്പോൾ ഒരു കൺസീവ് ആവാത്തൊരു ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ എന്താ പറയുക, പറയുമ്പോൾ നമുക്കൊരു ഇതിപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോൾ കൺസീവ് ആയി ഒരു 3-4 വട്ടത്തോളം കൺസീവ് ആയിട്ട് അത് അബോഷനായി പോയത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രഗ്നൻസി ആയിരുന്നു. അതിന് ഹാർട്ട് ബീറ്റ് ലേറ്റ് ആയാലും വെയിറ്റ് എന്നൊക്കെ ചോദിച്ചാൽ വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ റിസ്ക് എടുക്കാൻ വയ്യാച്ചിട്ടാ. ഒരു ഹെൽത്ത് നമ്മൾ ചിന്തിക്കണമല്ല, നല്ലൊരു ഹെൽത്തുള്ള ഒരു കുട്ടി അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ എങ്ങനെയോ എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ അതടക്കം പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇടുമ്പോണ്ടല്ലോ നമുക്ക് എത്രത്തോളം നമ്മൾ മാക്സിമം നമ്മളിങ്ങനെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇങ്ങനത്തെ ഓരോ നെഗറ്റീവായിട്ടുള്ളൊരു കമന്റ് കാണുമ്പോൾ നമ്മുടെ ആ ദിവസത്തെ ഒരു മൂഡേ പോവും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇനിയും കൂടുതൽ ഇനി എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഞാനും ആദർശേട്ടനും തന്നെ ആവും. അതിൻ്റെ ഒരു കുറച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് സെറ്റായിട്ട് വരണം. പിന്നെ എന്താ, ഞാൻ ഈ കല്യാണ വീഡിയോ ഞാൻ എടുത്ത ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ നമ്മളൊരു കണ്ടന്റ് ആക്കി എടുക്കാൻ തീരുമാനിച്ചൊരു കാര്യമില്ലാത്തതുകൊണ്ട് തന്നെ വീഡിയോ അധികമൊന്നും എടുത്ത് വെച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കുറേ ആൾക്കാർ ചോദിച്ചു. പിന്നെ ഞാൻ ആ വീഡിയോ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളത് കൊണ്ട് ജസ്റ്റ് ഇടാം. എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അതിൽ വേറെ നെഗറ്റീവായിട്ടൊന്നും പറയണ്ട. കാരണം നമുക്ക് ഇഷ്ടമല്ലാന്നോ അങ്ങനെയാണെങ്കിലാണോ ഒന്നും പറയരുത് നിങ്ങൾ. അപ്പോൾ ഉള്ളത് ജസ്റ്റ് നമ്മൾ സിമ്പിളാക്കിയിട്ട് നമ്മൾ